പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വചനജാലകം എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 35-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ ഉള്ള വചനങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായി കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നത്. 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. അതാരും അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയിർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു. കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പമുണ്ട്. നമുക്ക് ഈ വേദഭാഗത്തിൽ തുടങ്ങി മുന്നോട്ട് നമ്മൾക്ക് പോകാം. കർത്താവിൻ്റെ ദാസനെ, കർത്താവിൻ്റെ ഇത് 2ാമത്തെ പ്രഡിക്ഷനാണ് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും. അപ്പോൾ ഇവിടെ ഇവരിത് ഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം മുതൽ ചിന്തിച്ച ഒരു കാര്യമാണ്. 8-ാം അധ്യായത്തിൽ നമ്മളത് ചിന്തിച്ചു. ക്രൂശിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് വേറിട്ട് കൊണ്ടുപോയി കർത്താവിനെ ശാസിച്ചു. കർത്താവ് എന്നിട്ട് തിരിഞ്ഞ് പത്രോസിനെ ശാസിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പം ഈ വിഷയം അവർ ഗ്രഹിക്കുന്നില്ല. എന്നിട്ട് 32-ാമത്തെ വാക്യത്തിൽ ആ വാക്കവർ ഗ്രഹിച്ചില്ല, അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു എന്ന്. മനസ്സിലായില്ലെങ്കിലും അവർ അത് ചോദിക്കാൻ അങ്ങോട്ട് സ്വാതന്ത്ര്യം എടുക്കുന്നില്ല. നേരത്തെ ഉള്ള അനുഭവങ്ങളും ശാസനകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. കർത്താവ് ഇത് ട്രെയിൻ ചെയ്യുമ്പോൾ ഇത് ട്രെയിനിങ്ങിലെ സിലബസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൂതാണ് എന്നതാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. സായി ബ്രദറിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ക്രൂശിന്റെ അനുഭവത്തെക്കുറിച്ച് ഈ ജനങ്ങളോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കർത്താവ് നിരന്തരമായിട്ട് ഓർപ്പിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതെ, അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രോസ് ആണെന്നുള്ളത് കർത്താവ് പിന്നെ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ടീച്ചിങ്സിലെ അതിൻ്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അതിൻ്റെ കോറായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് ക്രൂശാണ്. അത് വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. കർത്താവ് അത് വളരെ എംഫസിസ് കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിന്. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അവർ തന്നെ ഉണ്ടല്ലോ, ഇത് കേട്ടിട്ടും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പറയുമെന്നുള്ള പേടിയാണ്. അതായത് ഈ ക്രോസ് ഇവർക്ക് അത്ര വലിയ താല്പര്യമില്ല. അതെ, ശിഷ്യന്മാർക്കെന്ന് തന്നെയല്ല, ഇന്നാണെങ്കിലും നമ്മുടെ സഭകളിലും ക്രൂശ് പ്രസംഗിക്കുന്ന ആളുകളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുമില്ലെന്നല്ല, പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് തന്നെയല്ല, ക്രൂശ് പ്രസംഗിച്ചാൽ അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടത്തില്ല. റിവൈവൽ വരത്തില്ല. റിവൈവൽ എന്ന് നമ്മൾ പറയുന്നത് കാര്യങ്ങൾ ഇന്ന് കാണുന്ന റിവൈവൽ ആണെന്ന് ചിന്തിക്കുന്ന കുറെ അനുഭവങ്ങൾ. ക്രോസിന്റെ മെസ്സേജിൽ അങ്ങനെ ഒരു പ്രതികരണം കിട്ടത്തില്ല. അതുകൊണ്ടാവാം കുറെ ആളുകൾ മെസ്സേജുകൾ മാറ്റുന്നത്. പക്ഷെ ജീസസിന്റെ ടീച്ചിങ്സിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കർത്താവ് അഭിമുഖീകരിക്കാൻ പോകുന്ന ആ ക്രൂശ് കോൺസ്റ്റന്റ് ആയിട്ട് കർത്താവ് പഠിപ്പിച്ചു. ഇത് 2ാമത്തെ തവണയാണ് കർത്താവ് ഇത് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് മർക്കോസിലൂടെ അവരുടെ ആ ഡൾനെസ് തുറന്നു കാട്ടുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കർത്താവ് പല നിലകളിൽ നമ്മളെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് നമുക്കും പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളെപ്പോലെയുള്ള ആളുകളായിരുന്നു ഈ ശിഷ്യന്മാരും. അതുകൊണ്ട് ദൈവവചനം ഇവരെ ഒരു അമാനുഷിക തലത്തിലൊന്നുമല്ല അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും പല കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, കർത്താവ് തന്നെ ചോദിക്കുന്നു, ഇതൊന്നും മനസ്സിലായില്ലേ, ഗ്രഹിക്കുന്നില്ലേ? ആർ യു സ്റ്റിൽ ഹാർഡ് ഇൻ ദ ഹാർട്ട്?
അവരുടെ ഹൃദയ കാഠിന്യത നിമിത്തം എന്നൊക്കെ നമ്മൾ നേരത്തെയുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ്. ദൈവവചനത്തിൽ വളരെ തുറന്ന് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ ആ നിലവാരം നമ്മൾ കാണാൻ കഴിയും. ഇവരെയാണ് ലോക സുവിശേഷീകരണത്തിന് കർത്താവ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഹോപ്പ് ടു അസ്. സാധാരണക്കാരായ, പലപ്പോഴും പഠിപ്പിച്ചിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ ആളുകളെ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവം അവിടുത്തെ ശക്തിയാൽ ഉപയോഗിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാര് അതായത് ക്രൂശിനെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പരിശ്രമിച്ചിരുന്നവരായ ശിഷ്യന്മാര് യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള സകല പ്രസംഗങ്ങളും ക്രൂശിനെ കുറിച്ചാണ്. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വചനങ്ങൾ. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് പിന്നെ പൗലോസ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു, അതെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ ഈ ശിഷ്യന്മാരെ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങിയ ആ പരിശുദ്ധാത്മ നിറവിന് ശേഷം ഇവരുടെ എല്ലാ രീതിയിലും ഈ ക്രൂശിനോടുള്ള അവരുടെ ആ ഒരു റിലക്റ്റൻസ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ആത്മസ്നാനം പ്രാപിച്ചവരായ ആളുകൾ ക്രൂശ് എന്ന് പറയുന്നത് അതിനെ ഉയർത്തുവാനും അതിൽ പ്രശംസിപ്പാനും ക്രൂശിൽ മാത്രം പ്രശംസിക്കുവാനും ഇടവരുന്നതായ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പിന്നെ സാജി ബ്രദർ, ഈ 33 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ ഒരു വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ മനസ്സിൽ മറ്റ് ചില ചിന്തകൾ അവരെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ ക്രൂശിൻ്റെ ആ ദൈവാലോചനയിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്നത്. ഇവരുടെ ഉള്ളത്തിൽ ഇപ്പോഴും ചിന്തയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളിൽ വലിയവനാരാ. അതെ, ഇങ്ങനെയുള്ള ലൗകികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലിരിക്കുന്നത് കൊണ്ടാകാം കർത്താവ് പഠിപ്പിക്കുന്ന ഈ അതിപ്രധാനമായ പാഠം അവര് ഉൾക്കൊള്ളാതെ ഗ്രഹിക്കാതെ ഇരിക്കുന്നത് എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ആ പാസേജിലോട്ട് നമുക്ക് കയറാൻ ഈ പാസേജ് ഇപ്പോൾ നമ്മൾ എടുത്തത് ഒരു ലീഡ് നമുക്ക് തരികയാണ്. കാരണം 33 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്ന് വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ട് മിണ്ടാതെയിരുന്നു. അപ്പൊ ഇതായിരുന്നു ഈ വഴിയിൽ യാത്ര. അപ്പൊ ക്ലാസ് എടുത്താൽ മനസ്സിലാകുമോ, ഇത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. വേറെ പല ലൗകിക കാര്യങ്ങളാൽ പിടിക്കപ്പെട്ട മനുഷ്യനോട് ആത്മീക വിഷയങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതെ, ഇത് സെയിം കാര്യം അവിടെ സംഭവിക്കുന്നത്. അല്ല, ഇവിടെ യേശു താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതാ, കർത്താവിന്റെ ഹ്യൂമിലിയേഷൻ ആണ് പഠിപ്പിക്കുന്നത്. അതെ, പക്ഷെ ഇവര് അവരുടെ എക്സോൾട്ടേഷൻ ആണ്. അതെ അതെ അതെ, അതാണ് ഇതിനകത്തൊരു പ്രശ്നം. യേശു ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ? ഇത് തന്നെയല്ലേ ഇപ്പോഴും. കാരണം നമ്മള് സെൽഫ് സെന്റേർഡ്നെസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ക്രൈസ്റ്റ് സെന്റേർഡ്, ക്രോസ് സെന്റേർഡ്, ഗോഡ് സെന്റേർഡ് മെസ്സേജുകൾ അങ്ങോട്ട് ആഴത്തിൽ വരുന്നില്ല. കാരണം ദൂത് എപ്പോഴും എന്താണ്, ഞാൻ എൻ്റെ മക്കൾ വിടുതൽ വലുതാകും, ദേശത്ത് മാനിക്കാൻ പോയി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. വാട്ട് വിൽ ഐ ഗെറ്റ് ഫ്രം ക്രൈസ്റ്റ്? ഈ ആത്മീകതയിൽ ഞാൻ വന്ന് രക്ഷിക്കപ്പെട്ടോണ്ട് ഈ ലോകത്തിൽ എനിക്കെന്ത് കിട്ടും? ഇത് തന്നെയായിരുന്നു അവർക്കും. അതുകൊണ്ട് ക്രോസിനെ കുറിച്ചുള്ള മെസ്സേജ് വേണ്ട നിലയിൽ അവർ ഗ്രഹിക്കുന്നില്ല. ഇത് ഒരു വലിയ വാണിംഗ് ആയിട്ട് തന്നെ ദൈവമക്കള് അത് ഏറ്റെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, ഈ വന്ന വഴിയിൽ വെച്ച് എന്താണ് നിങ്ങൾ തമ്മിൽ വാദിച്ചത്? അതിനവർ സൈലന്റ് ആയിരുന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു ക്രോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ക്രൗണിനെ കുറിച്ച് ആലോചിക്കുന്നത്, ആരുടെ തലയില കിരീടം വെക്കാൻ യോഗ്യതയുള്ള ആളെന്നുള്ളതാണ്. അവരത് എൻ്റെ തലയിൽ കിരീടം വരുമോ? അപ്പൊ ക്രോസിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ക്രൗണിനെ കുറിച്ച് ചിന്തിക്കുന്നവരായ ആളുകൾ ഇന്നും യേശു ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ തങ്ങളുടെ ഇടയിൽ വലിയവനാകുക എന്ന് പറയുമ്പോഴത്തേക്ക് തങ്ങളുടെ പ്രശസ്തിയും തങ്ങളുടെ പണവും അല്ലെങ്കിൽ എനിത്തിങ് ആൻഡ് എവറിതിങ് നമ്മളെ എക്സോൾട്ട് ചെയ്യുന്നതായ സകല കാര്യങ്ങളും അന്വേഷിക്കുന്നതായ ഒരു തലമുറയായിട്ട്
ഇന്ന് നമ്മുടെ തലമുറ മാറിപ്പോയി എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതെ, തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്നുള്ളത് മാത്യു ഒക്കെ പറയുമ്പോൾ അത് ദൈവരാജ്യത്തിൽ വലിയവനാര് എന്ന ഇതാ. അതും എൻ്റെ ഒരു ചിന്തയിൽ ഈ ദൈവരാജ്യവും ഒരു ലിറ്ററൽ കിങ്ഡമായിട്ടാണ് അവർ കാണുന്നത്, അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചിന്ത ഈ ലോകത്തിലെ അവരുടെ ഇടയിലെ ഹൂ വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ള ഒരാശയമാണ് അവരുടെ ഉള്ളത്തിൽ. അപ്പോൾ കർത്താവ് ഇത് എന്തായിരുന്നു നിങ്ങളുടെ ഡിസ്കഷൻ, നിങ്ങൾ ആർഗ്യൂ ചെയ്തത് എന്താണ് ചോദിച്ചപ്പോൾ മിണ്ടുന്നില്ല. കാരണം ഒരു പക്ഷെങ്കിൽ കർത്താവിന് ഇത് മനസ്സിലായല്ലോ എന്നോർത്ത് അവരഷേംഡായി കാണും. അതുകൊണ്ടാകാം അവർ സൈലൻ്റായി. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് തെറ്റാണ്, ഇവർ ഈ പറയുന്നതും ഇവരുടെ ചിന്തയും തെറ്റാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കാം അവർ ആ സമയത്ത് മറുപടി പറയാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കർത്താവ് പറയുന്നത് ഈസ് ഗോയിങ് ടു ബി ക്രൂസിഫൈഡ് ആൻഡ് ഹി ഹാസ് ടു ഗോ ത്രൂ എ പാഷൻ. ഇതൊക്കെ പറയുമ്പോഴും ഇവരുടെ മനസ്സിലിരിക്കുന്ന മുഴുവനും രണ്ട്, നമുക്കത് കമ്പയർ ചെയ്യാൻ പോലും കഴിയത്തില്ല. കോൺട്രാസ്റ്റ്. കർത്താവ് വേദനയെക്കുറിച്ചും ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്നത് ഇവിടെ എന്താണ് കിട്ടുന്നത്, അങ്ങനെ ഒരു. അപ്പൊ അതും ദൈവത്തിന്റെ ആത്മാവ് ഇവരെക്കുറിച്ച് തുറന്ന് നമ്മളെ കാണിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ലൈഫിലും ഇതുപോലെ ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കാതെ വണ്ണം ഈ ഭൗതികമായിട്ടുള്ള ചിന്തകളാണ് നമ്മളെ അകറ്റി നിർത്തുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കി കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗ്രഹിപ്പാൻ നമ്മളെ തന്നെ പ്രാർത്ഥനയോടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഡീപ്പ് ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് നമുക്കൊരിക്കലും ഗ്രഹിപ്പാൻ കഴിയാതെ പോകും. 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് പന്തിരി വരെ വിളിച്ചിട്ട് പറയാണ്, ഒരുവൻ മുമ്പനാകാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ചോദിക്കുന്ന ആരാണ്? ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? കർത്താവ് പറഞ്ഞു, വലിയവനാകാൻ നിങ്ങൾക്ക് വലിയവനാണോ ആകണോ? കർത്താവ് നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഇല്ല, വലിയവനാണേ ആകാം, ആകാം. പക്ഷെ കിങ്ഡം പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കും. അതെ. എന്താണ് ദൈവരാജ്യത്തിൽ ഒരാൾ വലിയവനാകുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് കർത്താവ് പറയാണ്, അങ്ങനെ വലിയവൻ, ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ് ഓൾ. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഒരുവൻ വലിയവനാകുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ശുശ്രൂഷകരാകണം എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് വലിയവൻ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ മനസ്സിലാക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കർത്താവ് പറയുന്നത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ എപ്പോഴും ഗ്രേറ്റ് കോൺകറേഴ്സ്, എല്ലാം കീഴടക്കുന്നവർ, പിടിച്ചടക്കുന്നവർ, ധനികർ, അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് നോളജ്, വലിയ ജ്ഞാനികൾ, ഫിലോസഫേഴ്സ്, അവരൊക്കെയാണ് വലിയ ആളുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ധനികരായ ആളുകൾ. എന്നാൽ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്, ഇപ്പോൾ അലക്സാണ്ടറിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അലക്സാണ്ടറെ കുറിച്ച് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്. അത് ലോകം പറയുന്നതാണ്. അത് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ്. അതെ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് കീഴടക്കാൻ രാജ്യങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ കരഞ്ഞ ആളാണ് അലക്സാണ്ടർ. അതായത് ലോകത്തിൽ അന്ന് അറിയപ്പെട്ടതായ, ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടതായ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി. എന്നിട്ട് ഇതൊക്കെ ഒരുപക്ഷെ ഭാവനയിൽ പറയുന്നതായിരിക്കാം. മഹാസമുദ്രത്തെ നോക്കി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ്, മഹാസമുദ്രമേ നീ ഒരു രാജ്യമായിരുന്നെങ്കിൽ, ഇഫ് യു ആർ എ കൺട്രി, ഇഫ് യു ആർ എ നേഷൻ, നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് സ്റ്റോറി ആയിരിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതാണ് ഗ്രേറ്റ്നെസ് ആയിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ കർത്താവ് പറയാണ്, ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ് ഓൾ. വേൾഡ്ലി വാല്യൂവിന്റെ ഘടക വിരുദ്ധമാണ് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് യു നീഡ് ഇൻ ഹിസ് കിങ്ഡം, അവന്റെ രാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ അവന്റെ രാജ്യം വേൾഡ്ലി കിങ്ഡത്തിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കാണുന്ന ഏറ്റവും നല്ല രാജ്യങ്ങളിൽ പോലും, ഇപ്പൊ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് സെക്യുലർ ഫീൽഡിലുണ്ട്, പത്രക്കാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഭാവനയിൽ പറയാണ്, ഇപ്പൊ പിന്നെ ഈ പാർട്ടി ഓഫീസൊക്കെ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെയൊക്കെ കാലയളവിൽ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെന്നാൽ ഏതെങ്കിലും ഒരു 2 നിലയുടെ ഏതെങ്കിലും ഒരു കോണിക്ക് ഒരു ബെഞ്ചും ഒരു പാർട്ടി സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അങ്ങേർക്ക് ഇരിക്കാൻ ഒരു ചെറിയൊരു തടിക്കസേരയും ഒരു ചെറിയൊരു ടേബിളും ഒക്കെയാണ്. അപ്പം ആ കോണിക്കുള്ള, ഞാൻ പഴയ കാര്യം പറയാണ്, ആ കോണിക്കുള്ള ബെഞ്ചേൽ ഏതെങ്കിലും
ചെറുപ്പക്കാർ പിള്ളേരാരെങ്കിലും ഒരു ദേശാഭിമാനിയും വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളാണെന്ന് വെച്ചോ സെക്രട്ടറി എന്നെ കാണുമ്പോൾ ഹായ് സാജു ഇവിടെ വാടോ ഇരിക്കലോ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു, അപ്പം ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും, ഒരു കസേര എടുത്തുകൊണ്ട് എവിടുന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് എനിക്ക് കൊണ്ടിട്ട് തരും. ഇട്ട് കഴിയുമ്പോഴത് എടോ 2 ചായ എന്ന് പറയുമ്പോൾ ഈ ദേശാഭിമാനി വായിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കൻ പത്രമൊക്കെ മടക്കി വെച്ചിട്ട് താഴെ പോയി ഒരു കെറ്റിലിനകത്ത് ചായയും 2 ഗ്ലാസ്സുമായിട്ടൊക്കെ വന്ന് എനിക്ക് ചായയൊക്കെ ഒഴിച്ചു തരുന്നു. ഈ പാർട്ടി ഓഫീസിൽ ആരാണ് വലിയവൻ? ആരെങ്കിലും പറയുമോ ചായ കൊടുത്ത ഈ ചെറുക്കനാ വലിയവൻ എന്ന് പറയുമോ? അല്ല, പാർട്ടി സെക്രട്ടറിയാണ് വലിയവൻ. പക്ഷേ ദൈവരാജ്യത്തിൽ ഈ ചായ ഒഴിച്ചു കൊടുത്ത ചെറുക്കനാണ് വലിയവൻ. അതെ, ആ ഫിലോസഫി എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഫിലോസഫിയിൽ ഗ്രേറ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ആളുകൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. അതെ അതെ അതെ. ദൈവരാജ്യത്തിൽ നേരെ തിരിച്ച ശുശ്രൂഷിക്കുന്നവനാണ് വലിയവൻ. അതെ അതെ അതെ. അതൊരു ഭയങ്കര പ്രിൻസിപ്പിളാണ്. ദൈവമക്കൾ, ദൈവദാസന്മാരൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ കിങ്ഡം? ദ പേഴ്സൺ ഹൂ സെർവ്സ്. അതുപോലെ അവിടെ സേർവൻ്റ് എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിയാക്കനോസ് എന്നൊരു പദപ്രയോഗമാണ്. അതിന് അർത്ഥമെന്ന് പറയുന്നാൽ സെർവ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത് എ ടേബിൾ വെയിറ്റർ. വലിയ ഹോട്ടലുകളിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഓർഡർ എടുക്കാൻ നിൽക്കുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ഇങ്ങനെ കുനിഞ്ഞ് വളരെ റെസ്പെക്റ്റോട് നിന്ന് പുഞ്ചിരിയോടെ നിന്ന് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്ത് കഴിഞ്ഞായിരിക്കും നമ്മൾ ഓർഡർ മാറ്റുന്നത്. ചിലപ്പോൾ ആ വിഷയമൊന്നുമല്ല, ഒരു കാര്യവും തിരിച്ചു പറയത്തില്ല, വളരെ ശാന്തമായിട്ടിരുന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞതനുസരിച്ച് കൊണ്ടുവന്ന് സെർവ് ചെയ്യുക. ആ ടേബിൾ വെയിറ്ററിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ സെർവൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ എക്സിക്യൂട്ടീവ്സ് അല്ല. എനിക്ക് അത്ഭുതം, ആളുകൾ പറഞ്ഞു ഞങ്ങൾ എക്സിക്യൂട്ടീവ്സ് എല്ലാം കൂടി ഇന്ന് കൂടിയെന്ന്. ആരും എക്സിക്യൂട്ടീവ്? ദൈവരാജ്യത്തിൽ വലിയവനാരാണ്? എക്സിക്യൂട്ടീവ് എന്ന മനോഭാവം ഉണ്ടായ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് എ വേൾഡ്ലി ഫിലോസഫി. ദൈവരാജ്യത്തിൻ്റെ ഫിലോസഫി സെർവിങ്ങിലാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുതെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങൾ ഏറ്റവും താഴേക്കിടയിൽ സെർവ് ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ടേബിളിൽ സെർവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിനേക്കാൾ ചില സമയത്തൊക്കെ നമ്മളെ ഒരു സെർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു വീട്ടിലെ ഒരു സെർവൻറ്റ്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് വീട്ടിൽ ഒത്തിരി സ്ലേവ്സ് ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സകല ജോലിയും ചെയ്യുന്നത് അവരാണ്. അതിനകത്ത് മഹത്വം കണ്ടെത്തിയിരുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെർവിങ്ങിനകത്തൊരു മഹത്വം കാണുകയാണ്. അത് ഡെലിബറേറ്റ് ആയിട്ട് സെർവ് ചെയ്യണം. അങ്ങനെ ഒരാള് സ്വന്തമായി ഓരോ ഓണറും ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റോറി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പാസ്റ്ററുടെ വലിയൊരു ചർച്ച. ആ ചർച്ചിൽ ഒരു സഹോദരി, യങ്ങായിട്ടുള്ള ഒരു സഹോദരി അവിടെ വന്നിട്ട് പാസ്റ്ററോട് ഇങ്ങനെ വന്ന് പറയുക, ഒരു ദിവസം വന്നിട്ട് പറയാണ്, പാസ്റ്ററെ ദയവേത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. അതല്ല, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. എന്താ വേണ്ടത്? അല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം, അതുകൊണ്ട് എനിക്ക് അവധി തരണമെന്ന് പറഞ്ഞായിരുന്നു. ഏതാണെങ്കിലും ദൈവം ആ പ്രാർത്ഥന കേട്ടു. എന്നോട് പറഞ്ഞു ഞായറാഴ്ച അയക്കും എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ അപേക്ഷിക്കുക. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശനിയാഴ്ച വൈകുന്നേരം കൂടെ ഫ്രീ ആക്കി തരണം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞൂടെ എനിക്ക് ഫ്രീ ആക്കി തരണമെന്ന് ഞാൻ എൻ്റെ ബോസിനോട് ആവശ്യപ്പെടാൻ പോകുകയാണ്. പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്നെ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളുടെ ബോസ് ഏറ്റവും കുറഞ്ഞത് ഞായറാഴ്ചയെങ്കിലും അനുവദിച്ചല്ലോ. അതെ, അതുപോലെ എന്തിനാ ഈ ശനിയാഴ്ച നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ അത്യാവശ്യം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഈ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മുടെ ചർച്ചിൻ്റെ ടോയ്ലറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എല്ലാ ശനിയാഴ്ചയും വന്ന് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് അവധി കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഈ ടോയ്ലറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യാൻ അതിനു വേണ്ടിയാണ്. അതെൻ്റെ ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ അങ്ങ് എടുത്തിരിക്കുക പാസ്റ്ററെ, പ്ലീസ്. അതുകൊണ്ട് എൻ്റെ ബോസിന് ഒരു കരുണ തോന്നാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പാസ്റ്റർക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം ഇങ്ങനൊരു സ്ത്രീ കണ്ട നല്ല പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീയാണ്. നടന്ന കഥയാണ്, അല്ലാതെ ഇത് ഭാവനയല്ല, നടന്ന ആളാണ്. ഈ വ്യക്തികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതല്ല, അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പാസ്റ്റർ ചോദിച്ചു,
ആട്ടെ സഹോദരി, സഹോദരി എവിടെയാ ജോലി ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ഞാൻ എയർപോർട്ടിലാ പാസ്റ്ററെ ജോലി ചെയ്യുന്നത്. എയർപോർട്ടിലെ ക്ലീനിങ് സ്റ്റാഫാണോ? എന്നെ പറഞ്ഞു, അല്ല പാസ്റ്ററെ. കാര്യം അദ്ദേഹം ചിന്തിച്ചത് എയർപോർട്ടിലെ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ അത് ഇവിടെയും ചെയ്യുന്നെന്നുള്ളത്. അല്ല പാസ്റ്ററെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിനകത്തല്ല ജോലി ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. പിന്നെ ഞാൻ എയർലൈൻസിലാണ് പാസ്റ്ററെ, എയർലൈൻസിലാണ്. എന്ന് വെച്ചാൽ എയർലൈൻസിൽ എന്തുവാ, അവിടെ ക്ലീനിങ് സ്റ്റാഫാണോ? അല്ല പാസ്റ്ററെ. ഗ്രൗണ്ട് സ്റ്റാഫാണോ? എന്നെ പറഞ്ഞു, അല്ല പാസ്റ്ററെ, ഞാൻ ഗ്രൗണ്ട് സ്റ്റാഫ് അല്ല, ഞാൻ ഫ്ലൈറ്റിനകത്താ. ഫ്ലൈറ്റിനകത്തോ? എയർ ഹോസ്റ്റസ് ആണോ? എന്നെ പറഞ്ഞ്, എയർ ഹോസ്റ്റസ് അല്ല പാസ്റ്ററെ. പിന്നെ എന്താ ഇങ്ങയുടെ ജോലി എന്താ? ഞാൻ പൈലറ്റാ പാസ്റ്ററെ, സീനിയർ പൈലറ്റാ. സീനിയർ പൈലറ്റാ. പക്ഷെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരത് പറയുന്ന പോലും ഇല്ല, അവരത് പറയുന്നത് പോലും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മഹത്വം കണ്ടെത്തിയത് സെർവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന നിലയിൽ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ കഥ ഇത് കഥയല്ല. ദിസ് ഇസ് നോട്ട് എ സ്റ്റോറി, മെയ്ഡ് അപ്പ് സ്റ്റോറി അല്ല. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻഡ്. ഇന്നും ആ സഹോദരി ആ സഭയിൽ അംഗമാണ്. അവര് വന്ന് ഇത് ചെയ്യുന്നുമുണ്ട്, ഈ ജോലി ചെയ്യുന്നുമുണ്ട്. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഈ മഹത്വം എന്താണ്, സേവിക്കുന്നതിലാണ് മഹത്വം എന്ന് മനസ്സിലാക്കാൻ ആ സഹോദരിക്ക് കഴിഞ്ഞു. പക്ഷേ നമ്മളിൽ പലപ്പോഴും ശുശ്രൂഷകർ പോലും തങ്ങൾ എന്തോ ഒക്കെ ആണെന്നുള്ള നിലയിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കോളറൊക്കെ പൊക്കി പിടിച്ചൊക്കെ ഇങ്ങനെ ആ ബോസിലൊക്കെ. സാജു ബ്രദറിന്റെ ഈ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചില എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. നമ്മൾ മനസ്സിലാക്കിയത് ആ ജനറേഷനും ഈ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മുടെ യൗവനക്കാർ സെർവന്റ് ലീഡേഴ്സിനെ കാണുന്നില്ല. അവർ ചുരുക്കമായി പോയി. ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഉണ്ട്, പക്ഷെ ചുരുക്കമാണ്. പണ്ടത്തെ കാലത്ത് വി ഹാഡ് മോർ സെർവന്റ് ലീഡേഴ്സ്. ഇന്ന് അവർ കാണുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്. ഇപ്പം നല്ലൊരു വാഹനത്തിൽ വരുന്നു, വാഹനത്തിൽ വരുമ്പോൾ ഒരുത്തൻ അകത്തുനിന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കഥ തുറക്കുന്നു. കഥ തുറങ്ങി ഇറങ്ങുമ്പോൾ ബൈബിളും പെട്ടി വല്ലമായിട്ട് വേറൊരുത്തൻ ഓടുന്നു. പിന്നെ ഒരു 3-4 പേര് ബ്ലാക്ക് കാറ്റുകൾ പോലെ ഒരു വട്ടത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു ജനറലി എന്തൊരു സംഭവമായി ഇത് എന്നുള്ളതാണ് പൊതുജനത്തിന് മനസ്സിലാക്കാൻ. ഞാൻ പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷ വിളിക്കുന്നത് ശുശ്രൂഷകൻ എന്നാ, പക്ഷെ ശുശ്രൂഷകൻ എന്ന വാക്കിൽ കർത്താവ് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന അർത്ഥം ഗ്രഹിക്കാത്തവരാണ് പല ശുശ്രൂഷകരും. ഇത് പറയുമ്പോൾ നമ്മൾ ശുശ്രൂഷകരാണ്, നമുക്കൂടെ ഇത് ബാധകമാണ്. We will be humble servants of God and not executive, willing to serve. ദൈവദാസനെ, ഇതല്ലേ വാസ്തവത്തിൽ കർത്താവ് ഐഹിക ജീവിതത്തിലെ ഈ ലോകത്തിലെ അവസാനം ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ജൂഡസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുടെ കാല് കഴുകി അവരെ പഠിപ്പിക്കുന്നത്. ലൈക്ക് എ ഹംബിൾ സ്ലേവ് വാഷിംഗ് ദർ ഫീറ്റ്. ഇതാണ് കർത്താവ് കാണിച്ച മാതൃകയും കർത്താവിൻ്റെ ടീച്ചിങ്ങും. പക്ഷെ കർത്താവിനെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷകർ തെറ്റിദ്ധരിച്ചു. അവർ പറയുന്നത് ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഈ കൺസെപ്റ്റിലല്ലേ ഈ വോട്ടെടുപ്പും ഈ പാർട്ടി പരിപാടികളും എന്തല്ല. ഇതാണ് ഇപ്പോഴത്തെ യൗവന തലമുറയ്ക്ക് കിട്ടിയ ഒരു ആശയം. അവർ കാണുമ്പോൾ ബൈബിളിനകത്ത് പോയി ഇത് ഡീപ്പായിട്ട് ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ. അവർ ഈ ബൈബിള് പ്രസംഗിക്കുന്ന ആളുകളെ കാണുമ്പോൾ ദേ ആർ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ഈ പല സെക്യുലർ ഓഫീസുകളിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ്സിനെ കാട്ടിൽ ഭയങ്കര കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വചനവിരുദ്ധമായ ആശയമാണ് ശുശ്രൂഷാവൃന്ദമായ നമ്മളേവരും കൊണ്ടു നടക്കുന്നത്. ഞാനിത് പ്രത്യേകം നമ്മളെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇത് ആരെയും കണ്ടം ചെയ്യാനല്ല ഈ പറയുന്നത്. നമുക്ക് ഈ ദൂതുകൾ ഉൾക്കൊണ്ടിട്ട് നമുക്ക് ഒരു മടങ്ങി വരവിനായി ദൈവസന്നിധിയിൽ താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലല്ല. ഒരു തലമുറ മുഴുവനും നശിച്ചു പോകാൻ കാരണം ഒന്ന്, വചനം പറഞ്ഞു കൊടുക്കുന്നില്ല, ഇങ്ങനെയുള്ള ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസോ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസോ പറഞ്ഞു കൊടുക്കുന്നില്ല. 2, ഇത് പറയുന്നവർ ഇതനുസരിച്ച് ജീവിക്കുന്നില്ല.
ഇത് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കരമടിയോ എക്സൈറ്റ്മെന്റോ റിവൈവലോ വരത്തില്ല. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹമുണ്ടോ? ഫൈൻ, യു ബി എ സെർവൻറ്റ്, യു സ്റ്റാർട്ട് സെർവിങ് പീപ്പിൾ എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ സഭകളിൽ ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. എൻ്റെ പേര് പറഞ്ഞില്ല, എന്നെ കൊയറി കയറ്റിയില്ല, ഒരു പ്രസംഗിക്കാൻ ഒരു അവസരം പോലുമില്ല. എന്തിനാണ്? യു ഹാവ് ഓൾ ദി ഓപ്പർച്യൂണിറ്റി ടു സെർവ്. ദൈവദാസനെ, ഇവിടെ ഒരാളുണ്ട്, ഈ മുമ്പേ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തിന് വയ്യാതെ വന്നിട്ടും ആ പ്രിയ സഹോദരൻ ഇവിടുത്തെ ടോയ്ലറ്റ് മുഴുവൻ കഴുകും. ഞാനത് ഒരു ദിവസം യാദർച്ഛികമായിട്ട് ഈ ഹോളിൽ കയറി വന്നപ്പോൾ ഈ മനുഷ്യനോട് കഴുകുകയാണ്. അദ്ദേഹം നിരന്തരമായി, അദ്ദേഹത്തെ ആരും ഏൽപ്പിച്ചതല്ല. നമുക്ക് പറയാൻ നോക്കുമോ സഹോദരൻ വേണം കഴുകാനെന്നുള്ളത്? ആരെയും ഏൽപ്പിച്ചതല്ല, സ്വന്തമായി അദ്ദേഹം ഏറ്റെടുത്തു. ഇന്ന് അദ്ദേഹത്തിന് വയ്യാതെ വന്നിട്ടും he comes here and cleans the toilets of this church. Yes. This is the Bible principle. പാസ്റ്റർ, ഈ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം ഞങ്ങളുടെ മിഷൻ. ഇത് സെക്യുലർ കാര്യങ്ങൾ കണ്ടുപിടിച്ചതാണ്. സെക്യുലർ ഇതിനകത്ത് വചനം കയ്യിൽ നിന്ന് പോയതാണ്. അതെ. ഞങ്ങളുടെ മിഷന്റെ ലീഡർ, ജീസസ് മിഷന്റെ ലീഡർഷിപ്പിലുള്ള ജെയിംസ് പറഞ്ഞൊരു വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നിങ്ങളെ എത്ര പേർ സേവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരുടെ ലീഡർ എന്നാണ് സെക്യുലർ ഫീൽഡിൽ അറിയാവുന്നത്. അതായത് നിങ്ങളെ എത്ര പേര് സേവിക്കുന്നു, എന്നെ സേവിക്കാൻ ഒരു 50 പേരുണ്ടെങ്കിൽ ഞാൻ 50 പേരുടെ ലീഡറാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതാണ് പൊതുവെ ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നുവോ അത്രയും പേരുടെ ലീഡറാണ് നിങ്ങളെന്ന ജെയിംസ് പറഞ്ഞത്. ഇതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ, കിങ്ഡം ഓഫ് ഗോഡിലെ പ്രിൻസിപ്പിൾസ്. അത് അപ്പോൾ ദൈവമക്കളെ, ഇത് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ നമ്മളൊരു പാസേജിൽ നമ്മൾ കണ്ടതാണ്. ഈ എപ്പിസോഡിൽ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. കാരണം ഇതാണ് മനസ്സിലിരിക്കുന്നതെല്ലാം ഇവിടെ ആരാണ് വലിയവൻ ആകുന്നത് എന്നതാണ് മനസ്സിലിരിക്കുന്നത്. അത് മനസ്സിലിരുന്നാൽ, ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ ക്രൂശിനെ മനസ്സിലാകുമോ? സെൽഫ് സെൻറ്റേർഡ്നെസ് മാറണം, ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആകണം, സെൽഫിന് നമ്മൾ മരിക്കണം, ക്രൂശ് എടുത്ത് അനുഗമിക്കണം. വി വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് പലതും തെറ്റാണ് പ്രിയമുള്ളവരെ. സെർവൻ ലീഡേഴ്സിനെയാണ് കർത്താവ് വിളിക്കുന്നത്. അതാണ് കർത്താവിൻ്റെ ടീച്ചിങ്. കർത്താവ് കേവലം പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു, അവിടുത്തെ ജീവിതത്തിൽ അതാണ് കർത്താവ് കാണിച്ചത്. ഇൻഫാക്റ്റ് ഇവരെ ഇതെല്ലാം സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു, ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഈ ശിഷ്യന്മാരെ സെർവ് ചെയ്യുകയാണ്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് കാല് കഴുകുന്നു. അവസാനം ഏറ്റവും വലിയ ക്ലൈമാക്സ് ക്രോസിലാണ് കാണുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്കേവർക്കും വേണ്ടി തന്നെത്താൻ താഴ്ത്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റം കർത്താവ് ഏറ്റെടുത്തു. ആൻഡ് ഹീ ഈസ് ബിക്കമിങ് എ സാക്രിഫൈസ് ഫോർ അസ്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്ക് നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന വിഷയങ്ങളാണ് 36, 37 വാക്യം. വാസ്തവത്തിൽ ഈ സെർവൻ്റ് ഹുഡിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ് നമ്മളവിടെ കാണുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ കർത്താവ്, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഈ സെർവൻറ്ഹുഡിൻ്റെ ഒരു ഇലസ്ട്രേഷൻ ആയിട്ട് തന്നെ നമുക്ക് അത് ചിന്തിക്കുവാനായിട്ട് കഴിയും. കർത്താവ് എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്കൊന്ന് ചിന്തിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഈ വചനത്തിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് ഹിതമുള്ള ജീവിതം നമുക്ക് നയിക്കാം. ഗോഡ് ബ്ലസ് എവ്രിവൺ.